സാന്നിധ്യം ഈ കരുണ തുടങ്ങിയിട്ട് നമ്മൾ ഏതാണ്ട് 15 വർഷത്തോളമായി. ഈ 15 വർഷമായിട്ട് നമ്മൾ കരുണ പാലിയേറ്റീവ് കെയർ രംഗത്താണ് ഏറെ ശ്രദ്ധ പതിപ്പിക്കുകയും ജനങ്ങളെ മനസ്സിൽ ഏറെ ബ്രാൻഡ് ചെയ്യപ്പെടാൻ കാരണമാവുകയും ചെയ്തത്. അതിനുശേഷം നമ്മൾ തുടങ്ങിയ കരുണ അഭയകേന്ദ്രം നമ്മുടെ 70ഓളം വരുന്ന അന്തേവാസികൾക്ക് സഹോദരി സഹോദരന്മാർക്ക് അഭയം കൊടുക്കുകയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറെ മനുഷ്യ ജന്മങ്ങളെ ചേർത്ത് പിടിക്കാൻ കരുണയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പ്രാധാന്യം അറിയിക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയർ രംഗത്ത് ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന 4-5 പഞ്ചായത്തുകളോളം ഈരാറ്റുപേട്ടയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന 5 പഞ്ചായത്തിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അടക്കം നമ്മൾ നടക്കുന്ന സേവനങ്ങൾ, അതായത് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണ കിറ്റും ഒക്കെ ആയിട്ട് ഈ എല്ലാ വീടുകളിലും വീടാന്തരം കയറി ഇറങ്ങി 100-200ഓളം വീടുകൾക്ക് കിറ്റുകളുമായിട്ടും അതുപോലെ തന്നെ 150ഓളം പേരോളം വരുന്നവർക്ക് മരുന്ന് ഈ നമ്മുടെ ടൗണിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കില്, മക്കാമശ്ശേരി സമീപം പ്രവർത്തിക്കുന്ന ക്ലിനിക്കില് മരുന്ന് വിതരണവും നടന്നു വരുന്നുണ്ട്. അപ്പം അതിന്റെ മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ അടുത്ത പ്രൊജക്റ്റായിട്ട് പുതിയൊരു കാൽവെപ്പിലേക്ക് കരുണ പ്രവേശിക്കുകയാണ്. പുതിയ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റും അതോടൊപ്പം തന്നെ കെയർ ആൻഡ് ക്യൂറും അതോടൊപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന വരും കാലങ്ങളിൽ ഈ നാടിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഡീഅഡിക്ഷൻ സെന്ററും കൂടെയാണ്. സമീപ ഭാവിയിൽ അതുകൂടെ കരുണ ലക്ഷ്യമിടുകയാണ്. കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ആശുമാലിയുടെ ഈരാറ്റുപേട്ടയില് 15 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ആതുര സേവന രംഗത്തെ ഒരു മഹനീയ സാന്നിധ്യമാണ് കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ആദ്യമായിട്ട് ഈരാറ്റുപേട്ടയിലും സമീപ പഞ്ചായത്തുകളിലും കിടപ്പിലായ രോഗികളെ പരിപാലിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ജീവിത തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോയ അവശരും വാർദ്ധക്യ സാഹചര്യത്തിലുള്ളവരുമായ രോഗികളെ സംരക്ഷിക്കുന്ന കരുണ അഭയകേന്ദ്രത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. സത്യത്തിൽ ഈ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിന്റെ ഒരു കാരുണ്യത്തിന്റെ മേൽവിലാസമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, പ്രത്യേക സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, സംരക്ഷിക്കാൻ ആളില്ലാത്തവർ, വാർദ്ധക്യാവസ്ഥയിൽ യാതൊരു വിധത്തിലുമുള്ള പരിരക്ഷ ലഭിക്കാത്ത വിധത്തിലുള്ള ധാരാളം ആളുകളെ, 60-70ഓളം ആളുകളെ ഇന്ന് അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഒരുക്കിക്കൊണ്ട് ഗൃഹതുല്യമായ അന്തരീക്ഷത്തിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കരുണ ടീം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഇത്തരത്തിലുള്ള ആളുകൾ അപേക്ഷയുമായി നമ്മുടെ മുന്നിൽ വന്ന പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിച്ചതും ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന ആ പ്രോഗ്രാമിൽ കരുണ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നഗരസഭയിലും ചുറ്റുവട്ടത്തുള്ള 5-ലേറെ പഞ്ചായത്തുകളിലും ഇതിന്റെ സേവനം കിട്ടുന്ന പാലിയേറ്റീവ് കെയർ രോഗികളുടെയും കുടുംബങ്ങളുടെയും സംഗമം എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ്. കിടപ്പിലായി പോയ അത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് ജീവിതത്തിൽ നാം അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ അത്തരം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനും അവർക്ക് മുഖ്യധാരയോട് ചേർന്ന് പോകാൻ ആവശ്യമായ പരിരക്ഷ നൽകുവാനും വേണ്ടിയാണ് ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും മറ്റൊരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഈ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിക്കുകയുമാണ്. നമുക്കറിയാം, നമ്മുടെ നാട് ഇത്തരത്തിൽ ജാതിമത ഭേദമന്യേ യാതൊരു വിവേചനവും ഇല്ലാതെ മാനുഷിക മൂല്യങ്ങൾ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു പ്രദേശമാണ്. ഏത് അപകട സാഹചര്യത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും ഓടിയെത്തുന്ന വലിയൊരു വിഭാഗം ഈ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ കിടപ്പിലായവരും ഒറ്റപ്പെട്ടവരുമായ രോഗികളെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ, മരുന്നുകൾ ഒക്കെ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇന്ന് കരുണയുടെ കീഴിലുണ്ട്. 200ഓളം കുടുംബങ്ങൾക്ക്
ഭക്ഷണവും അതേപോലെ അവർക്ക് ആവശ്യമായ മരുന്നുകളും നൽകുന്ന ഹോം കെയർ പ്രവർത്തനം, അതേപോലെ കിടപ്പിലായ രോഗികളെ വീട്ടിൽ ചെന്ന് അവർക്ക് ആവശ്യമായ പരിപാലനം ഉറപ്പുവരുത്തുന്നു. കരുണ പാലിയേറ്റീവ് കെയറിന്റെ ഓഫീസിനോടനുബന്ധിച്ചുള്ള ക്ലിനിക്കിൽ ഡോക്ടർ സേവനവും എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം വീതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഭാവിയിൽ വലിയ വലിയ പദ്ധതികൾ ഈ ഒരു സംവിധാനത്തിന്റെ കീഴിൽ വരേണ്ടതുണ്ട്. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. ഓരോ കുടുംബത്തിലും അടുക്കളയിൽ വരെ ലഹരിയുടെ ആക്രമണം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് കീഴ്പ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു ആവശ്യകതയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് ഈ നാടിന്റെ അങ്ങേയറ്റത്തെ പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 12-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ പാലിയേറ്റീവ് കുടുംബ സംഗമത്തിൽ എല്ലാ ആളുകളും പങ്കെടുക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ ഒരു വിഭാഗമായിട്ടാണ് കരുണ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബാണ്. നമ്മുടെ MP ശ്രീ ആന്റോ ആന്റണി അവர்களுം MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവர்களுം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അടക്കമുള്ള മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് ഈ കരുണയുടെ പ്രവർത്തനങ്ങളിൽ എന്നും താങ്ങായി തണലായി നിങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. നമ്മളെ ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന പാലിയേറ്റീവ് സെക്ഷന്റെ കൂടെ കെയർ ആൻഡ് ക്യൂർ എന്നൊരു പരിപാടിയും കൂടെ നമ്മൾ നടപ്പിൽ വരുത്തുകയാണ്. കെയർ ആൻഡ് ക്യൂർ എന്ന് പറഞ്ഞാൽ മരണാസന്നരായ രോഗികളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വീടുകളിൽ സംരക്ഷിക്കാൻ പറ്റുകയില്ലാത്ത ആൾക്കാരെ അങ്ങനെയുള്ളവരെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും മരണം വരെ അവരെ കാത്തു സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് കെയർ ആൻഡ് ക്യൂർ. അതും ഇതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൂടാതെ ഇവിടെ മയ്യത്ത് കുളിപ്പിക്കൽ എന്ന് പറയുന്ന മയ്യത്ത് പരിപാലനം അതും നമ്മൾ കരുണയിൽ ചെയ്തു വരുന്നുണ്ട്. വീടുകളിൽ സൗകര്യമില്ലാത്ത ആൾക്കാരുടെ മയ്യത്തിനെ നമ്മൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുളിപ്പിച്ച് അതിന് വേണ്ട പരിചരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മുൻപ് പറഞ്ഞ ഡി അഡിക്ഷൻ ക്യാമ്പ് നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അധികം താമസിയാതെ തന്നെ നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ നിലവിൽ നടന്നു വരുന്ന മറ്റു പദ്ധതികളെ പറ്റിയെല്ലാം ഇവർ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരുണയുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അബ്ദുൽ നാസർ, ബിലാൽ നാസർ എന്നാണ് അറിയുന്നത്. ഇദ്ദേഹം ഹാഷിർ നദ്വി സ്വാഗത സംഘം ചെയർമാനും കൂടാതെ നമ്മുടെ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആൾ കൂടാണ്. ഇദ്ദേഹം കരുണയുടെ ചെയർമാനാണ്. NAM ഹാറൂൺ. നിലവിലെ കരുണയിൽ എത്ര രോഗികളാണുള്ളത്, എത്ര പേരാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ വരുമാന സ്രോതസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അതായത് ഇപ്പൊ നിലവില് നമ്മൾ 67 പേരോളം നിലവിലുണ്ട്. ഈ അപേക്ഷകള് നല്ല 30 അപേക്ഷകളുണ്ട്. നിലവില് വെള്ളമുണ്ട്. ഒരാളെ വെള്ളം കാണാനായിരിക്കും അല്ലേ? പ്രസ് ക്ലബില് ചായയും റൂമിന് വലിപ്പം കുറവല്ലേ, ഇത്രയും പോരാ. പ്രസ് ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടിനെ അല്ലെ, നിങ്ങൾക്ക് വേണ്ടി പ്രസ് ക്ലബും കൂടെ ഞങ്ങൾ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ ആലോചിക്കാം. പ്രസ് ക്ലബ് നമ്മളെ ഈ മനസ്സിൽ കാണുന്നേ വേറെ രൂപ. നിലവില് ഇപ്പൊ നമുക്ക് 67 പേര് നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് 67ഓളം പേരുണ്ട്. 2 സെക്ഷനിലായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട്
ഗ്രൗണ്ട് ഫ്ലോറിൽ നിലവിൽ പുരുഷന്മാരും ഫസ്റ്റ് ഫ്ലോറിൽ സ്ത്രീകളുമാണുള്ളത് ഇപ്പം നിലവിൽ. അതിൽ കൂടുതലും വൃദ്ധരായവർ, അതോടൊപ്പം തന്നെ വിധവകൾ, അതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ മാനസിക വൈകല്യങ്ങളുള്ളവർ ഇപ്പം നിലവിലുള്ള അന്തേവാസികളുടെ ഒരു രൂപമാണ് ജനസംഘം. പിന്നെ നമ്മളെ സ്റ്റോക്ക് വന്ന് തളർന്നവരുണ്ടാവും കൂടെ. പിന്നെ അതിനുവേണ്ടി കൂടെയാണ് ഈ കൂടുതൽ നമ്മൾ ഫിസിയോതെറാപ്പി യൂണിറ്റ് മുൻഗണന കൊടുക്കാൻ കാരണം അതാണ്. വരുമാന റമദാനിലെ സക്കാത്ത് ഫണ്ടും സദക്ക, അതുപോലെ തന്നെ ടിൻ കളക്ഷൻ, ഓരോ കടകളിൽ നിന്ന് കിട്ടുന്ന ടിൻ കളക്ഷൻ, അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും എറണാകുളം അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന കളക്ഷനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പ്രവാസികളുടെ സർക്കാരിൽ നിന്ന് നിലവിൽ നമുക്ക് പ്രത്യേക സഹായങ്ങളായിട്ടൊന്നും വരുന്നില്ല ഇതുവരെ. റേഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ അംഗങ്ങൾക്ക് കിട്ടുന്ന റേഷനാണ് ഇപ്പം സർക്കാർ സഹായം എന്ന് പറയാനുള്ളത്. അതായത് വീട്ടില് ഈ ദാരിദ്ര്യാവസ്ഥയിൽ കുടുംബനാഥൻ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവർക്ക് ചിലവിന് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമ്മൾ കിറ്റുകൾ സപ്ലൈ ചെയ്യാറുണ്ട്. മാസം തോറും നടക്കുന്ന, ചിലപ്പോൾ സാമ്പത്തിക പരാധീനം പോലും ചിലപ്പോൾ 2 മാസത്തിലൊന്നും ചിലപ്പോൾ സപ്ലൈ ചെയ്യാറുണ്ട്. കിറ്റ് സപ്ലൈ 200ഓളം വീടുകളിലാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആശീർവാദി പറഞ്ഞതുപോലെ ഈ ടൗണിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ നിന്നും വേണ്ട 150ഓളം പേർക്ക് മരുന്ന് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഈരാറ്റുപേട്ട അടക്കം ചുറ്റുവട്ടത്തുള്ള തീക്കോയി, പൂഞ്ഞാറ്, അതുപോലെ തന്നെ തലപ്പലം, കടനാട്, അങ്ങനെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള നിർദ്ധരായ രോഗികൾ മരുന്ന് വന്ന് കളക്ട് ചെയ്യാറുണ്ട്. രോഗികളുടെ ബന്ധുക്കളും വന്ന് അപേക്ഷ വന്ന് കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നേഴ്സിംഗ് കെയർ ആഴ്ചയിൽ 2 ദിവസവും, അതുകൂടാണ്ട് വാളണ്ടിയേഴ്സ് കെയർ ആഴ്ചയിൽ 4 ദിവസവും നടക്കാറുണ്ട്. ഈ നേഴ്സിംഗ് കെയർ ആവശ്യമായ ഘട്ടം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ നേഴ്സിംഗ് കെയർ അല്ലാത്ത ഇട ദിവസങ്ങളും കൊടുക്കാറുണ്ട്. കാരണം 4 മണിക്കാണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ സംഗമം തുടങ്ങുന്നത്. പാലിയേറ്റീവ് സംഗമത്തിൽ ഉദ്ദേശിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ മരുന്നും കിറ്റും അവർ കൈപ്പറ്റുന്നവർ, അവരുടെ ഒരു സംഗമം നമ്മൾ 4 മണി മുതൽ 6 മണി വരെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള കലാപരിപാടികളും ചെറിയ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളോടൊപ്പം തനിമയുടെയും ഫേസും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള കലാപരിപാടികളും ഈ കൂടെ ഉണ്ടാവും എന്നുകൂടെ അറിയിക്കുകയാണ്. കൂടെ ഈ പരിപാടിയിൽ എല്ലാവരും, എല്ലാ നല്ലവരായ ജനങ്ങളും ഈ പരിപാടിയുടെ ഫാമിലി സഹിതം അവരുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്.